നമുക്കങ്ങനെ ആത്മാർത്ഥമായ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 22 വർഷം വരെ വേണമെങ്കിൽ നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കാം. പിന്നെ എന്തിന്റെ പേരിൽ നിങ്ങൾ ഈ സ്ത്രീയുടെ കൂടെ താമസിക്കാൻ ഇതായിട്ട് വന്നിരിക്കുന്നു? ഞാനിപ്പോൾ അങ്ങോട്ട് ഞങ്ങളെ സംസാരിക്കാമെന്നല്ലാതെ മറ്റുള്ള ബന്ധങ്ങൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എനിക്കില്ല. അതെന്താ അതിന്റെ അർത്ഥം? ഇവര് തമ്മിലുള്ള ഒന്നിച്ച് കഴിയണമെന്നുള്ള ഒറ്റ ആഗ്രഹമുള്ള അല്ലല്ല ഞങ്ങൾ തമ്മേ മറ്റേതിനോട് വല്ലത് കാണുന്നില്ല. അവര് വരും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്ത്രീയുടെ കൂടെ ഇവിടെ ജീവിക്കുന്ന പോലെ ഒരു ജീവിച്ചോണ്ട് അവര് വരുമെന്നുള്ള ശുഭപ്രതീക്ഷ നടക്കത്തില്ല. പിന്നെ അല്ല എന്താ ബിജുവിന്റെ ഉദ്ദേശം? പറയൂ ബിജു. ഈ അവിടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അവര് തീർക്കും എന്നുള്ളതാണോ? അതോ അവര് തരുന്ന പൈസ നിങ്ങൾക്ക് കൊടുക്കാനുള്ള നിർവാഹം ഇല്ലല്ലോ തൽക്കാലം? എനിക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാനല്ലേ ഉള്ളൂ പൈസ. ഭാര്യയുടെയും മക്കളുടെയും കൂടെ വീണ്ടും വന്ന് താമസിക്കാമെന്ന് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? മറ്റുദ്ദേശങ്ങളൊന്നും എനിക്കില്ല. മറ്റുദ്ദേശമൊന്നുമില്ല. ജീവിക്കണമെന്നുള്ള ഇത് വന്നായിരുന്നു. പിന്നെ അതിലെ സാമ്പത്തികം കിടക്കുന്നോണ്ടല്ല അവരൊരു പ്രതീക്ഷ മുന്നിൽ വന്ന് ചോദിക്കോ ഇല്ലയോ എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അവര് വരുമെന്നുള്ളത് ഭയം ഉണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? അത്രേ ഉള്ളൂ. ഈ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഒന്നുകിൽ നമ്മൾ അന്യരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വിഷമങ്ങളും കുറിച്ച് ആലോചിച്ച് ഇടപെടുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 100% എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു ദാണ്ട ഇങ്ങനെ എന്നുള്ളതായിരിക്കണം. ഇത് രണ്ടുമല്ല. ഏത് രീതിയിലായാലും നീതിയല്ലാത്ത പോലെ ജീവിക്കുക എന്നുള്ളതാണോ? നിങ്ങളുടെ സ്ഥാനത്ത് ഈ സ്ത്രീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ എന്ത് നാണക്കേട് ഉണ്ടാവുമായിരുന്നു ബിജുവിന്? അല്ലേ? നിങ്ങളിപ്പോ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് 2 മക്കളും കുടുംബമായിട്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിനകത്ത് വളരെ സത്യസന്ധമായി ഇടപെട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ട് ആ വീട്ടിലെ സ്ത്രീയെ നാടൻ ഭാഷയെ പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. പക്ഷെ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ ബോധം അവർക്കാണ് ഉണ്ടാകേണ്ടത്. സമ്പത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചിട്ടി പിടിക്കുക, പലിശയ്ക്ക് കൊടുക്കുക. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ കൈരളി ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടെ 2 തട്ടിലായത്. എനിക്ക് അതിലൊരു സംശയമുണ്ട്. എന്റെ മനസ്സ് പറയുന്നു ഇവര് രണ്ടുപേരും കൂടെ ഇവരുടെ മുഖം കാണുമ്പോഴും ഇവരുടെ രണ്ടുപേരും കൂടെ മാറി നിന്നിട്ട് അവൾ ഇതിൽ നിന്നങ്ങ് മാറിയെന്ന്. അല്ല, ഇതിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പം പിണങ്ങി പോയി. അന്ന് രാത്രി ഞാൻ അവിടെ ചെന്നിരുന്നു. പിന്നെ സംഭവം ഉണ്ട്. കുഞ്ഞുങ്ങളെ കണ്ട് അവർക്ക് പൈസ കൊടുത്ത് അനുഭവിച്ച് പൈസ കൊടുത്തായിരുന്നു. ഞങ്ങൾ സംഭവങ്ങൾ പോയി അവർ പോയി ഒരു അരമണിക്കൂറിൽ ഞാനും എൻ്റെ അനന്തരനും കൂട്ടുകാരനും ഇവിടെ ചെന്നത്. 8:30-9 മണിയായി. ചോദിച്ചു നോക്ക്. ഞങ്ങൾ സംഭവം ഉണ്ട് പറഞ്ഞ് പിറ്റേന്ന് ഞാൻ താമസിക്കുന്നിടത്ത് ഇവർ വന്ന് തുളസിയെന്നാണ് എൻ്റെ ഒക്കെ പറഞ്ഞത്. ഇതുപോലെ കയറി ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് ഇവിടുന്ന് വിളി വന്നത് എനിക്ക്. ഇല്ലില്ല. അന്ന് ഞാൻ സൈറ്റിൽ വെച്ച് നിൽക്കുമ്പോഴാണ് വിളിച്ചത്. ഒരു സൺഡേയിലാണ് വിളിച്ചത്. അല്ല ബിജു, ഇതെന്താണെന്നറിയോ, നമുക്കിത് ഒന്നിനും ഒരു പരസ്പരം ഇത് തോന്നാത്തതിൻ്റെ കാര്യം, നിങ്ങൾ അവിടെ ചെന്ന് ഈ വിഷം കുടിച്ച് ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടിൽ പോയി മുതിർന്ന മക്കള്, പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ഒരു മകള് വരെ ഉള്ള ഒരു സ്ത്രീ, ഒരു മുതിർന്ന സ്ത്രീ, ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് വിഷം കുടിച്ച് ചില ടീനേജ് നായകന്മാരെ പോലെ സിനിമയെ കാണുന്ന ചില ഗോഷ്ഠികളൊക്കെ, ഗോഷ്ഠി എന്ന് പറയുന്നതായിരിക്കും ബിജു നല്ല മലയാളത്തിൽ ശരി, ഗോഷ്ഠി മുഴുവൻ കാണിച്ചു. അവര് വലിയ കാര്യമായിട്ട് എടുക്കാത്തോണ്ട് പാവപ്പെട്ട ഭാര്യ അവിടെ വന്ന് കിടന്ന് വീണ്ടും ഡ്രാമ കാണിച്ചു. കാരണം പേടി വന്നു പോയി, കുറച്ച് സാധനം അകത്ത് കഴിച്ചു പോയി. പ്രായമായൊരു പെൺകുച്ചില്ലേ നിങ്ങൾക്കും? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനാണ് നിങ്ങള്. ഒന്ന് ഓർക്കണം. ആ കുട്ടിക്ക് നാളെ ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ അതിനെ ഉത്തരവാദിത്തമായിട്ട് സംസാരിക്കേണ്ട ഒരാളാണ് നിങ്ങൾ. ഈ ചില കോമാളിത്തരം കാണിച്ചിട്ട് അവര് കൊണ്ടുവന്ന് ചികിത്സിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയെ അന്വേഷിച്ച് പോയി ഒരു മാനക്കേടും ഇല്ലാതെ ആ പ്രദേശത്തൊരു വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കുടുംബം അവിടെ ഉണ്ട്. ആ മക്കളുടെയൊക്കെ നാണക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ ബിജു? ആ കൊച്ചുങ്ങളും അവിടെ ഉണ്ട്. അവരുടെയൊക്കെ മനസ്സ് എന്തുമാത്രം നീറുന്നുണ്ടാവും. ഏതെങ്കിലും മക്കൾക്ക് താല്പര്യം വരുമോ? ഇത് എന്ത് കാര്യത്തിനും ഉണ്ട് ഒരു അന്തസ്സുണ്ട്. ഒരാൾ കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അന്തസ്സുണ്ട്, ഒരു ന്യായീകരണമുണ്ട്. ഇപ്പോഴും ബിജു പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ സംഭവിച്ചെന്നുള്ള ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇല്ല എങ്ങനെ സംഭവിച്ചെന്നുള്ള ചിന്തിക്കുന്നുണ്ട്. അന്നേരത്തെ ഒരു മാനസികാവസ്ഥ എന്തോ ഏതോ. നിങ്ങൾക്ക് പറയാനൊക്കെ ഈ ഇവരുമായിട്ട് പോയി താമസിച്ചിട്ട് സത്യസന്ധമായിട്ട് ഇവരുടെ കൂടെ നല്ല ഭർത്താവായിട്ട് ഇനി ജീവിക്കാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റൂ? ആ സ്ത്രീ നാളെ, കാരണം ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സ്ത്രീ ആകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിന്റെ ഉളുപ്പ് മാറി ചെന്ന് ആ മനുഷ്യൻ, ആ ഭർത്താവ് എന്ന് പറഞ്ഞ മനുഷ്യൻ സർവ്വതും ആ സർവ്വനാണക്കേടും സഹിച്ചു. കാരണം അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. നിങ്ങളെ പോലെ ഒരു അന്യ പുരുഷന്റെ അടുത്ത് ഭാര്യയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന് അയാളൊരു ഇടനിലക്കാരനെ പോലെ കൊണ്ടുവന്ന് കൊടുക്കുകയോ വരികയൊക്കെ ചെയ്തു പോയി.
ഇവരൊരുമിച്ച് ജോലി ചെയ്യുന്നവരാ. സ്വല്പം ഗുണ്ട പ്രവർത്തനമൊക്കെ ഉള്ളതാണെങ്കിൽ കൊലപാതകം വരെ നടക്കാനുള്ള സാധ്യത അതിനകത്ത് റൂൾ ഔട്ട് ചെയ്യാനൊക്കത്തില്ല. ആണെങ്കിൽ അതെ 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 അതെ, അന്തസ്സുള്ള ഒരു ഭർത്താവും പ്രത്യേകിച്ച് മേജറായ ആൺമക്കളുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയല്ല ബിജുവിന്റെ ഭാഗത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ 22 വയസ്സുള്ള മകൻ ചിലപ്പോ പ്രതികരിച്ചേക്കാം. രണ്ട് ഭർത്താവും കൊടുക്കാനുള്ള കണ്ണി കണ്ടു കഴിഞ്ഞാൽ ശരിയാക്കുമെന്നും പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള ഇത് മാറിയെന്ന അറിവ് ഇല്ല, ഒന്നും മാറിയിട്ടുണ്ടാവില്ല. മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്തെങ്കിലും തരത്തിലൊരു അനാവശ്യം അയാളെ കുറിച്ച് വേറെ രീതിയിൽ അനാവശ്യം പറഞ്ഞു പോയാൽ അതിന്റെ നാണക്കേട് സഹിച്ച് മകന്റെ ജീവിതം വിട്ടേരെ എന്ന് പറഞ്ഞവർ ഒഴിവാക്കിയതായിരിക്കും. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ സംസാരത്തിലും കാര്യങ്ങളിലും ഒന്നും നിങ്ങൾ വീണ്ടും നല്ല രീതിയിൽ ഇവരുടെ കൂടെ താമസിക്കുമോ എന്നുള്ളിടത്ത് ഒരു വിശ്വാസക്കുറവ് ആ സ്ത്രീക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉത്തരവാദിയാണ്. ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കും. എന്താ സംശയം കൊണ്ടാണോ വിളിക്കുന്നത്? എത്ര മണിയായാലും വിളിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. എന്താ സംശയം കൊണ്ടാണോ ഞാൻ ആരെയും വിളിക്കുന്നില്ല. അതെ, ഒരുപാട് അനുഭവിച്ചു. ബിജു ഒരു സാമ്പത്തിക കാര്യമല്ലേ പറയുന്നത്? അത് പറഞ്ഞിരിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു. നിനക്ക് പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും. നീയായിട്ട് ഇനി മറ്റ് അതിനകത്ത് ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറില്ലെന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ഒരു സാമ്പത്തിക കാര്യമല്ലേ? അതേപോലെ കേസ് കൊടുത്ത് പൈസ ഇപ്പൊ തരും, അല്ലെങ്കിൽ ഇത്ര മാസത്തിനകത്ത് തരും. അതുകൊണ്ട് നമ്മളുടെ ബന്ധം തീരുന്നു. ഞാൻ എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ഇനി നീയായിട്ട് ഒരു ബന്ധമില്ല, ഒരു കാരണവശാലും ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ ഒരു ധൈര്യം വേണ്ടായ ബിജുവിന്. അത് കാണുന്നില്ല ഇപ്പോഴും. അതിപ്പോഴും കാണുന്നില്ല. ഇവിടെ വന്ന് ഇവരോടൊപ്പം ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ബിജു അത് ഉറപ്പിച്ചിട്ട് വേണം വരാൻ. അതിപ്പോഴും പറയുന്നില്ല ബിജു. അതല്ല, ഇപ്പൊ ഇവിടെ അങ്ങ് കൂടാം. ഇനി അവര് ചിലപ്പോ കുറച്ച് കഴിയുമ്പോ തിരിച്ചു വരുമല്ലോ. അവിടെ അന്തരീക്ഷം അത്ര ശരിയാവില്ല. തിരിച്ചു വരത്തില്ല. നിങ്ങൾക്ക് നോ പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. സാർ, ഇവർക്ക് ഇപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്കാ താമസിക്കുന്നേ. വാടകയും ആഹാരവും മറ്റു ചെലവുകളും കാര്യങ്ങളും എല്ലാം അതിനുള്ള ഒരു മാർഗമായിട്ടാണോ ഇപ്പൊ ഈ സ്ത്രീയുടെ വീട് കണക്കാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയം. കാരണം മറ്റേ സ്ത്രീ സാമ്പത്തിക ഇടപാടുകളൊക്കെ കാര്യമായിട്ട് നടത്തുന്നതുകൊണ്ട് ഉള്ളുകൊണ്ട് ഇയാൾക്ക് ആ സ്ത്രീയോട് ഒരു ബഹുമാനമുണ്ട്. അവര് ഭയങ്കരമായിട്ട് ആ ഭർത്താവും പതുങ്ങിപ്പോയത് ആ സ്ഥലത്താ. അവര് ചുറ്റി പിടിക്കുന്നു, ചുറ്റിയെടുക്കുന്നു, സൊസൈറ്റിയിൽ പണം അടയ്ക്കുന്നു, കുടുംബശ്രീന്ന് പൈസ എടുക്കുന്നു, ഇങ്ങനെയുള്ള ചില ഇടപാടുകളൊക്കെ ധാരാളിത്തമായിട്ട് പൈസ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ള അല്ലേ? ഒറ്റ മേടിച്ചോളൂ. എന്റെ കൂടെ ലക്ഷക്കണക്കിനൊന്നും ഇല്ലല്ലോ. എത്ര ഉണ്ട്? 20. 20 രൂപയുടെ കാര്യമാണ് ബിജു. ഒരു മഹാകാര്യം. 20,000 രൂപയുടെ ബന്ധമൊന്നും അല്ല സാർ. അല്ല, ഞാനിപ്പോ ഈയിടെ ഈ കഴിഞ്ഞ ഓണത്തിന് അവരോട് ഇങ്ങോട്ട് മേടിച്ചായിരുന്നു. അല്ല, മേടിച്ചത് അത്രയായിരിക്കും. ആ സാമ്പത്തിക ഇടപാട് കൊണ്ട് ഒരു ബന്ധമൊന്നും ലോകത്ത് ആർക്കും വരത്തില്ല. എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകൾ എന്തെല്ലാം നടത്തുന്നു. ബാങ്കിൽ ക്യാഷറായിട്ട് എത്ര സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു, എത്ര പേര് കാശ് വാങ്ങിക്കുന്നു, സാമ്പത്തിക ഇടപാട് നടത്തിക്കൊണ്ടിരിക്കില്ല. അതൊന്നും അല്ല സാർ. ഇത് ഒട്ടും ഒരു രസകരമല്ലാത്ത ഒരു ബന്ധം അവരുണ്ടാക്കിയതാണ്. ഇത് പറയുന്നതിന് ഇപ്പൊ പറയുന്നത് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 10% പോലും അയാളുടെ മനസ്സിനകത്ത് ആത്മാർത്ഥതയോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പൊ തന്നെ അവർക്ക് കൊടുക്കാനുള്ള 20,000 രൂപ ഇവിടെ നിന്ന് ഒപ്പിക്കാനാണോ വന്നേക്കുന്നതെന്ന് സംശയം തോന്നിക്കൂടെ അവർക്ക്? ഇത് വാങ്ങിച്ച് തിരിച്ച് ഇനി അത് പോയാലോ? ഇല്ല, ഇനിയും കുടുംബമായിട്ട് ഒന്നിച്ച് ഇനി അങ്ങ് പോകത്തില്ല. എന്ന് വെച്ചാൽ എന്റെ പേർക്ക് ആദ്യമായിട്ടും അവസാനം ജീവിതത്തിൽ ഒരൊറ്റ തെറ്റ്, ഈ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. തെറ്റ് നല്ല എന്ന് വെച്ചാൽ ഇത്രയും നാളുണ്ടാക്കിയ ആ പേര് എല്ലാം ഒരൊറ്റ തെറ്റ് കൂടി പോയി. കുഞ്ഞുങ്ങളെ വന്ന് കണ്ടിരുന്നോ? മോളെ ഈയിടെ ഞാൻ കണ്ടത്. മോനെ ചെന്നാ പിന്നെ കാണിക്കത്തില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ഓണത്തിന് പൈസ കൊണ്ടുവന്ന പോലെ പറഞ്ഞ് ആവശ്യപ്പെട്ടതിന് ശേഷം അപ്പച്ചരെ വിട്ടോട്ട് മോനെ കൊണ്ടുവന്നു. അങ്ങനെ കണ്ടു ഒരു തവണ. അത് കഴിഞ്ഞപ്പോ മോൾ എന്നെ വിളിച്ച് ചേച്ചി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ ആൾക്കാർ നമ്പർ എനിക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ വിളിച്ചു. അപ്പം കഴിഞ്ഞ 2-ാം തീയതി പോയി കണ്ട് അതും പൈസ കൊടുത്തതിന് ശേഷമാണ് നമ്പർ ഇറക്കി നടക്കുന്നതാണ് വിളിക്കാൻ വേണ്ടിയിട്ട്. നമ്പർ കൊടുത്തു വിടത്തില്ലായിരുന്നു. പൈസ കൊണ്ട് കൊടുത്തിട്ട് വലിയ ദൂരമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. അല്ലല്ല, രാമപുരം ആ ചേപ്പാടും ആ പരിസര പ്രദേശം തന്നെ. ഒരു സൈക്കിൾ എടുത്താലും അങ്ങോട്ട് പോയി കാണാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ചങ്ങനാശ്ശേരി എത്ര വലിയ ദൂരമുള്ള എന്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പോയേ 2 വർഷം വിളിച്ചിട്ടില്ല. ഇല്ല, ഇപ്പോഴായി വിളിക്കുകയും പറയുകയും എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഇനി നീ എൻ്റെ മുഖം കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. എന്നോട് പറഞ്ഞു, നീ ചോറ് വിളമ്പി തരണ്ടെന്ന് പറഞ്ഞു, നീ വിഷം ചേർത്ത് തരുമെന്ന് എന്ന് വരെ പറഞ്ഞു. ചോദിച്ചു നോക്കി ഇരുത്തിക്കൊണ്ടല്ലേ പറയും. സത്യവാദം അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ, അല്ലല്ല, ഞാൻ ഈ ഒരു ബന്ധത്തിൽ അല്ലല്ല മനസാക്ഷി ഞാൻ ഈ ഒരു ബന്ധത്തിന്റെ പുറത്ത് ദേഹത്തിൽ ഒരുപാട് ചെയ്തൊരു വ്യക്തിയത്. ഈ ഒരു ബന്ധം തുടങ്ങിയതിനെ പിന്നെ അല്ലാതെ ഈ 12 വർഷക്കാലം ഞാൻ എൻ്റെ കുടുംബം എങ്ങനെയാന്ന് നോക്കി
അതെ അവര് പറഞ്ഞു. തുപ്പുക വരെ മോശം പറഞ്ഞേ ഇല്ല ബിജു. മുഖത്ത് തുപ്പുക. നിങ്ങൾ അങ്ങേയറ്റ സ്നേഹമായിട്ട് 12 കൊല്ലം നോക്കിയതാണ് ഈ ഒരു സ്ത്രീയുമായിട്ട്. പക്ഷെ അതിന് മുൻപ് ഒരു പ്രാവശ്യം നിങ്ങൾ വഴക്കുണ്ടാക്കി ആ സ്ത്രീയുടെ വാരിയല് പൊട്ടി. എന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. കംപ്ലൈന്റ് ഒന്നും ഞാൻ കൊടുത്തില്ല. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞ് പറ്റിപ്പോയതാണ്. അതിനും എനിക്ക് പരാതിയില്ല. പക്ഷെ ഈ സ്ത്രീയെ കണ്ടതിന് ശേഷം 2 വർഷം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതേ അവരും പറഞ്ഞു. ആ സ്ത്രീ എന്ത് തെറ്റാ ചെയ്തേ? കൊല്ലുമായിരുന്നു തന്നെ. ഒരാഴ്ചയും കൂടെ ഞാൻ ഇവരുടെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ എന്റെ ശവമേ കാണത്തുള്ളായിരുന്നു. അതുപോലെ ദേഷ്യമായിരുന്നു എന്നെ. അല്ല അതിന്റെ കാര്യം പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അയാൾക്ക് തെറ്റ് സംഭവിച്ചു പോയി, വലിയ അബദ്ധം സംഭവിച്ചു പോയി. ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റേ സംഭവിച്ചുള്ളൂ. ഏറ്റവും വലിയ തെറ്റാണെന്ന് സമ്മതിച്ചു. നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം ഇതിനേക്കാൾ വളരെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത് ആ സ്ത്രീ, ആ ഇറങ്ങി വന്ന സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രം, അതൊരു ഒത്തിരി ഇനിയും വന്നുകൂടായികയില്ല. മകളുടെ ജീവിതവും പോയി കാണും. മകളും വേറെ ഒരുത്തന്റെ കൂടെ പോയെന്ന് പറഞ്ഞു. എട്ടാമത്തതാ ഈ മനുഷ്യൻ. 7ാമത്തെ വിനിയത്തെ ഇപ്പഴ 8ാമത്തെ ആളിന്. 7 പുരുഷൻ. ഇപ്പൊ 7ാമത്തതാ പുള്ളി. എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അവിടെ ചേട്ടത്തി അനിയൻ പറഞ്ഞപ്പോ മനസ്സിലായി സംഭവം. അതല്ലേ മറ്റൊരു പുരുഷന്റെ കൂടെ പോയി എന്നുള്ളത് സമ്മതിക്കുന്നു. അങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം? അല്ല, ഇപ്പൊ അവൾക്ക് വേറെ ആളിനെ പിടിച്ചെന്നാ അവരുടെ മോളും പോയെന്നല്ലേ? മോളും പോയി ഇവരിറങ്ങി വരുന്നതിന് മുമ്പ് പ്രസവിച്ചു കിടന്ന്. അല്ല അത് വേറെ വ്യക്തിയോടെ തന്നെ ഇറങ്ങിപ്പോയി. കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അവള് പോയെന്നാ ഞാൻ അറിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെ അന്വേഷിക്കുന്നുണ്ട് സാർ. കാരണം അവരെ സെറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് കൂടുതലും ഇവരെക്കാൾ കൂടുതലായിട്ട് അറിയിക്കും. ചേട്ടനും അനിയനും അപ്പുറം താമസിക്കും. പെണ്ണിന്റെ ചേട്ടനും അനിയനും, ഭർത്താവിന്റെ ചേട്ടനും അനിയനും അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നത് ഞങ്ങളുടെ വീടിന്. ആ സ്ത്രീയുടെ. അതെ. അപ്പൊ അവര് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നിങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന്? ഇവരെ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഉണ്ടായി ഞാൻ ഇവരോട്ട് അടുക്കത്തില്ലായിരുന്നു. നിങ്ങളോട് ഈ 2.5 വർഷം താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല? നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്? ഒറ്റ തോന്നതേ ഉള്ളായിരുന്നു. മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ആ 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ ആരായിരുന്നു? അതെ, അതാരായിരുന്നു? ഭർത്താവായിരുന്നു. ആ ഭർത്താവ് കൂടാണ്ട് ഞാൻ അവിടെ തന്നെ എന്നെ മാത്രം ഇങ്ങനെ വിശ്വസിച്ചു പോയി. അപ്പൊ ഭർത്താവ് കൂടെ ഉള്ളപ്പം പിന്നെ ഇങ്ങനെ ആവുന്നതിൽ തെറ്റില്ല. അതാണോ ബിജുവിന്റെ അഭിപ്രായം? ഭർത്താവ് കൂടെ ഉള്ളത് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ബന്ധങ്ങൾ കുഴപ്പമില്ല എന്നാണോ ബിജു അഭിപ്രായം? ഞാൻ ചോദിക്കുക. ഈ 2.5 വർഷം ആ 2 കൊച്ചുങ്ങളെ കൊണ്ട് ആ സ്ത്രീ ആ മര്യാദക്കൊരു കടവോ ജനലോ ഒന്നും ഇല്ലാത്ത വീട്ടിൽ അവിടെ താമസിച്ചു. ഈ 2.5 കൊല്ലം കൊണ്ട് ആരെങ്കിലും സഹതാപം കൊണ്ട് ഇങ്ങനെ പോയ ഒരുത്തന്റെ ഭാര്യയില്ല, ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കാൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നും കാണാനൊക്കത്തില്ല. അത് കുഴപ്പമുണ്ടോ ബിജു അതിനകത്ത്? അഭിപ്രായം ഒരു ആംഗിളൊന്നും അറിയട്ടെ. അതിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അല്ല, ആ ശുദ്ധ മനസ്സാണെങ്കിൽ ഇപ്പൊ അറിയാം. ഒന്ന് പറഞ്ഞേ. അങ്ങനെ പോകത്തുള്ള വിശ്വാസം ഞാൻ ഇതേ ഉത്തരവ് പ്രതീക്ഷിച്ചേ. ഈ ഉത്തരം തന്നെ അയച്ചു പ്രതീക്ഷിച്ചു. ഇങ്ങനെ തന്നെ പറയൂ. എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ നേരെ എന്നോട് അങ്ങനെ ഒരു വഞ്ചനയും കാണിക്കാതിരുന്നതാണ് തെറ്റ്. അപ്പൊ വഞ്ചന എന്നോട് അങ്ങനെ ഒരു വഞ്ചന കാണിച്ചിട്ടില്ല. അപ്പൊ വഞ്ചനയാ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് അറിയാം. അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. തെറ്റായി പോയി എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ബിജുവിന് ആ സ്ത്രീയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഉള്ള അറിയാനുള്ളൊരു കാര്യം, ബിജുവിന്റെ ഭാര്യയുടെ ബലമായ സംശയം ആ സ്ത്രീ വീണ്ടും സാമ്പത്തിക ഇടപാടോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാൻ വീണ്ടും വരികയും വീണ്ടും ഞങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ, പണ്ടത്തെ ബന്ധങ്ങളൊന്നുമില്ല, സാമ്പത്തിക ഇടപാട് നടത്തുക എന്നും പറഞ്ഞ് വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് പോകുമെന്നില്ല. ഒരിക്കലും സംഭവിക്കത്തില്ല. അതാണ് അവർക്ക് പ്രധാനം. ആ ഉറപ്പ് നിങ്ങൾ ഇവിടെ പാനലിന്റെ മുമ്പിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ബാധിപ്പിക്കണം. പിന്നെ അവർക്ക് പറയാനുള്ള ഡിമാൻഡ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇപ്പോ താമസിക്കുന്ന വീട് 75,000 രൂപ നിങ്ങളുടെ സഹോദരിക്ക് സ്ത്രീധന തുകയായിട്ട് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ സഹോദരിയുടെ പേരിൽ എഴുതി വെച്ചതാണ് 8 സെന്റ് ഒരു വീടും. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കോ പ്രശ്നമായിട്ടാണ് അച്ഛൻ മരിക്കാനിടയായതും ഒക്കെ. അപ്പോ ഇപ്പൊ ആ വസ്തു നിങ്ങളുടെ പെങ്ങള് ഗൾഫിലാണ്. ആ വസ്തു കുറച്ച് പൈസ അതിന് കാര്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവരുടെ പേരിലോട്ട് എഴുതി കൊടുക്കും, മക്കളുടെ പേരിലും എന്ന് പറയുന്നു. അപ്പോ അതും പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് കുടുംബം സംരക്ഷിച്ചോളാം
എന്നുള്ളതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇപ്പൊ പണിക്കൊക്കെ പോകുന്നില്ലേ? പണിക്ക് പോകുന്നുണ്ട്. ഒരു പോയെന്ന് പറഞ്ഞെങ്കിൽ പണിക്ക് പോയിരിക്കാൻ പറ്റും. സാർ, തുളസിയുടെ ചേച്ചിമാർ രണ്ടുപേരും വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിജു ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചൊക്കെ ഒരു പശ്ചാത്താപത്തിലാണ്. പിന്നെ ഇനിയിപ്പോ അവരുടെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ത്രീയുമായിട്ട് തുടർന്ന് അങ്ങോട്ട് ബിജു ഇനി ഒരിക്കലും അവരുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുമായിട്ടോ സാമ്പത്തിക ഇടപാട്ടോ മറ്റോ അല്ലാതെ ബന്ധങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല, ഞാൻ എൻ്റെ കുടുംബം നോക്കി ജീവിച്ചോളാം എന്നാ പറയുന്നത്. തുളസിക്ക് ഇനി അങ്ങോട്ടുള്ള ഡിമാൻഡുകളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പം നിങ്ങളൊക്കെ നല്ലോണം സഹായിക്കുന്നുണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കുന്ന ആരാ? ഇപ്പം മോളെ നോക്കുന്ന ആരാ? ചേച്ചിയാണല്ലേ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കണമല്ലോ. ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ അടുക്ക നിൽക്കുന്നതാണ് കുട്ടികൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. പിന്നെ കുട്ടികൾക്ക് ആസ്ഥാനം ഇല്ല. ബിജുവിൻ്റെ പേരിൽ ഇന്ന് 1 സെൻറ്റ് ഭൂമിയില്ല. അപ്പം ആ രീതിയിലാണ് ഇന്ന് ആ കുട്ടി അവിടെ താമസിക്കുന്നത്. പിന്നെ അവൾക്ക് അവിടെ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് ആങ്ങളമാരും ഇല്ല. പിന്നെ അച്ഛനില്ല, അമ്മയാണെങ്കിൽ വാർദ്ധക്യത്തിൽ കിടക്കുന്നതാണ്. അപ്പം അവരുടെ വീട്ടിൽ തന്നെ കൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിമാൻഡ് നമ്മൾ വെച്ചില്ല. വിവാഹം കഴിച്ച് കൊടുക്കുന്ന സമയത്തും ഒരു ഡിമാൻഡും നമ്മൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരെയും വിവാഹം കഴിക്കുമ്പം ഒരു ഡിമാൻഡും ചോദിച്ചിട്ടില്ല. പക്ഷെ അത് ഞങ്ങളുടെ ഇന്ന് വന്ന ഏറ്റവും വലിയ തെറ്റായിരുന്നു. പിന്നെ നിർബന്ധമായിട്ടും അത് ഞങ്ങൾ കരുതി ഒരു ആങ്ങളെ ഉള്ളല്ലോ, ഒരു ആൺകുട്ടിയല്ലേ ഉള്ളു, അതുകൊണ്ട് അവരുടെ പേരിലായിരിക്കുമല്ലോ സ്ഥലമെന്ന് കരുതി. പക്ഷെ ഇങ്ങനൊരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയത് അത് നമുക്ക് പിന്നെ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിപ്പോയി. ഇപ്പൊ വിവാഹത്തിന് ആ സമയത്ത് കൊടുത്ത 20 പവനും 50,000 രൂപയും 10 സെന്റ് നിങ്ങൾ കൊടുത്തത് എന്തായാലും അതവിടെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹത്തിനൊരു കയറി കടക്കാടം എങ്കിലും ആവണമായിരുന്നു. പിന്നെ ഈ ആഭരണത്തിന്റെ കാര്യത്തിൽ ഒരു പോവഴി ഉണ്ടാവണം. 50,000 രൂപയുടെ കാര്യത്തിലും അതാണ് ഡിമാൻഡ്. അതിപ്പോ ഒന്നിച്ച് താമസിക്കുമ്പോൾ ചെലവെന്ന് പറയുന്നതെല്ലാം അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്, വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതിനിടയ്ക്കും ഒരു പ്രാവശ്യം ഇപ്പൊ 25,000 രൂപ കൊടുത്തു അല്ലേ ബിജു? സൊസൈറ്റിയിൽ നിന്ന് എടുത്താൽ 8,000 രൂപ കൊടുത്തു. 8,000 കൊടുത്തു. പിന്നെ 5,000 കൊടുത്തു. അപ്പോ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാളൊന്നും അല്ല. അയാൾക്ക് തെറ്റ് സംഭവിച്ചു പോയി ജീവിതത്തില്. അത് ഒത്തിരി അനുഭവിച്ചു മാഡം, ഒത്തിരി അനുഭവിച്ചു ഈ കുഞ്ഞ്. ഞങ്ങളിതെല്ലാം കണ്ടു വിഷമിക്കാന്നല്ല. ഞങ്ങൾക്കൊരു സഹോദരനില്ലല്ലോ. ആദ്യത്തെ 2 വർഷമായി ചിരിച്ചിട്ട്. ഇപ്പോഴും അവന്റെ അച്ഛന്റെ കൂടെ 2 ദിവസം ആ ഒരു സന്തോഷം. ആ കുഞ്ഞ് പിന്നെ തിരിച്ച് 2 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്തോ സന്തോഷമായിരുന്നു അതിന്റെ മുഖത്ത്. ഗ്ലൂമി ആയിട്ടാ കുട്ടി. മറ്റേ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. അവരൊക്കെ എന്റെ മക്കള് അച്ഛ അമ്മയെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് പൊടിയുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുതും ഇനി ആർക്കും. അല്ല, അതൊക്കെ വളരെയധികം വിഷമമുണ്ട്, അതിന്റെ പശ്ചാത്താപമൊക്കെ ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹമായിട്ട് ജീവിക്കുന്നു. ഇനി അങ്ങോട്ട് അധ്വാനിക്കുന്നതൊക്കെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് എന്നുള്ള ഉറപ്പാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ പാനൽ തീരുമാനിക്കും, ചില വ്യവസ്ഥകൾ തീർച്ചയായിട്ടും വെക്കും. ഇവിടെ വന്ന് ഇത്രയും ഒരു പ്രശ്നമായ സ്ഥിതിക്ക് മാത്രമല്ല, ചാഞ്ചല്യമുള്ള മനസ്സുള്ള ഒരാളാണ് ബിജു എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ആ ഭയം ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയെങ്കിലും ചിലത് എഴുതി നമുക്ക് ഉറപ്പാക്കിയേ പറ്റൂ. അല്ലാതെ നിങ്ങളോടുള്ള വിശ്വാസക്കുറവോ കാര്യങ്ങളോ കൊണ്ടല്ല. നിങ്ങളെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളും ചിലപ്പോൾ കുറച്ച് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കാര്യം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി. പുരുഷന്മാരില്ലാത്ത ഒരു വീട്, അവിടെ നിങ്ങളൊരാളായിട്ട് നിന്ന് അന്തസ്സായിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അല്ലേ? അവിടെ നിങ്ങൾക്കൊരു പാളിച്ച പറ്റിപ്പോയപ്പം ബാക്കി എല്ലായിടത്തും ബിജു ഇത്രയൊക്കെ തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടും അപ്പം ബിജു ആണ്. ഇപ്പം അവരുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ടെങ്കിൽ പോലും ബിജു ഇളയ കുട്ടിയെ കല്യാണം കഴിച്ച് വന്നു, വളരെ അന്തസ്സായിട്ട് നിന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. അതിനൊക്കെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ആ കുട്ടി ഒരു 5 ദിവസം കൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അല്ലേ? അതിന്റെയൊക്കെ മറുപടി ബിജു പറയണം. തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ആ കുഞ്ഞ് സന്തോഷത്തോടാണല്ലോ നിൽക്കുന്നത്. അതാ ഇനി ഒരിക്കലും ബിജു ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ കഥാപാത്രമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്ത് തന്നെ ആയാലും അവരിനി എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏർപ്പാട് ചെയ്യുക. അവര് വഴി നടന്നോട്ടെ. അവർക്ക് കൊടുക്കാനുള്ള പൈസ തിരിച്ച് ചോദിക്കാൻ പറ്റുമോ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടോ ആത്മാർത്ഥമായിട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവര് വഴി നടത്തിക്കൊള്ളാനുള്ള ഏർപ്പാടുണ്ടാക്കുക. നിങ്ങളത് നേരിട്ട് ഇടപെടാതിരിക്കുക. അവരുമായിട്ടുള്ള യാതൊരു കാര്യങ്ങൾക്കും